ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശാസ്ത്രീയ പരിശോധന നടത്തിയ VSSCയിലെ ശാസ്ത്രജ്ഞരുടെ മൊഴി പുറത്ത്. ശ്രീകോവിൽ കട്ടിളപ്പാളി അപ്പാടെ മാറ്റിയിട്ടില്ല. അറ്റകുറ്റപ്പണിക്ക് ശേഷം തിരികെ സ്ഥാപിച്ചത് പഴയ പാളികൾ തന്നെയാണ്. ചെമ്പ് പാളികളിൽ നിന്ന് വലിയ തോതിൽ സ്വർണം നഷ്ടമായെന്ന് സ്ഥിരീകരണമുണ്ട്. VSSCയിൽ നിന്നുള്ള ആദ്യ ശാസ്ത്രീയ ഫലത്തിന്റെ വ്യക്തത തേടിയുള്ള ശാസ്ത്രജ്ഞരുടെ മൊഴിയെടുക്കലിലാണ് നിർണായക വിവരമുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അറ്റകുറ്റപ്പണിക്കു ശേഷം ശബരിമലയിൽ തിരികെ എത്തിച്ചത് യഥാർത്ഥ കട്ടിളപ്പാളി തന്നെയെന്നാണ് ശാസ്ത്രജ്ഞരുടെ മൊഴി. എന്നാൽ അതിൽ നിന്ന് സ്വർണം വലിയ തോതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. UB ഗ്രൂപ്പ് പൊതിഞ്ഞ സ്വർണം ഇളക്കി മാറ്റി കട്ടിളയിൽ പൂശിച്ചേർത്തു. രാസവസ്തുക്കൾ ഉപയോഗിച്ചുള്ള സ്വർണം പൂശലിൽ പാളിയുടെ ഘടനയിൽ മാറ്റമുണ്ടായെന്നും മൊഴിയിലുണ്ട്. വിശദമായ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാമെന്നും VSSC ശാസ്ത്രജ്ഞർ SITയെ അറിയിച്ചു. പ്രത്യേക അന്വേഷണ സംഘം ശാസ്ത്രജ്ഞരുടെ മൊഴി വിവരങ്ങൾ ഹൈക്കോടതിയിൽ അറിയിച്ചു. യഥാർത്ഥ കട്ടിളപ്പാളി തന്നെയാണ് ശബരിമലയിൽ ഉള്ളതെന്ന് കണ്ടെത്തിയതോടെ വിദേശ കള്ളക്കടത്ത് സംഘങ്ങൾക്ക് പങ്കുണ്ടെന്ന ആരോപണത്തിന്റെ മുനയൊടിയുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജു, സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, ശ്രീകുമാർ എന്നിവരെ 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്തു. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് നടപടി. കട്ടിളപ്പാളി കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഫെബ്രുവരി 3 മാറ്റി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.